സ്വകാര്യ ബസ്സുകൾ ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് തുടരാൻ ഭൂരിഭാഗം സംഘടനകളുടെയും തീരുമാനം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ചർച്ചയിൽ പങ്കെടുത്ത 4-ൽ 3 സംഘടനകളുടെയും നിലപാട്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം മാത്രമാണ് പണിമുടക്കിൽ നിന്നും പിന്മാറിയത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക, ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറി. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ച നൽകി വരെ സർക്കാരായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ഈ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് മറ്റ് സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ പിൻവാങ്ങാണ്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് 3 സംഘടനകൾ സമരത്തിൽ ഉറച്ചാണ്. ഞങ്ങളെ മെയിൻ പ്രശ്നം ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാതെ, പെർമിറ്റിന്റെ വിഷയം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി അടുത്ത ആഴ്ച ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം. പെർമിറ്റ് സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് ന്യായമായ എല്ലാ കാര്യങ്ങളും, ഈ തർക്കം വന്നൊരു കാര്യം ഈ പോലീസ് വെരിഫിക്കേഷൻ, അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് സമരം തുടരാൻ ഉദ്ദേശിച്ചാൽ ഒന്നുകൂടെ ചർച്ച ചെയ്യും. കഴിഞ്ഞ 7-ാം തീയതി സംയുക്ത സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ ബസ് ഉടമകൾ നിർബന്ധിതരായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.